ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വെയിൽ മാക്സിമം ഉപയോഗിക്കുക. അപ്പം അങ്ങനെ ഉപയോഗിച്ച് ഉണ്ടാക്കിയൊരു സാധനമാണ് ഏത്തപ്പഴം ഉണങ്ങിയതാണ്. പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തിയൊക്കെ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. കാരണം കുറച്ച് നാൾ ഇത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഏത്തപ്പഴം ഇതുപോലെ അരിഞ്ഞതും പഞ്ചസാര മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. തേന ഉണ്ടെങ്കിൽ തേനായാലും മതി, അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഇത് ഏത്തപ്പഴം ഇതുപോലെ അരിഞ്ഞ് വെക്കുക. ഈ വലുപ്പത്തിൽ വേണം ഏത്തപ്പഴം അരിയാൻ കേട്ടോ. പിന്നെ പഞ്ചസാര അത് ഞാൻ ഒരു 1/4 കപ്പോളം എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഉണങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയണേ. പിന്നെ ഇത് 2.5 കിലോ ഏത്തപ്പഴം ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ തേനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഏത്തപ്പഴം ജസ്റ്റ് ഒന്ന് മുങ്ങാൻ പാകത്തിന് വയ്ക്കാം. അപ്പോൾ ഏത്തപ്പഴം ഒരു ദിവസം ഇതുപോലെ അരിഞ്ഞ് വെയിലത്ത് പ്ലാസ്റ്റിക് ഷീറ്റിലോ മുറത്തിലോ വെള്ളം വെച്ച് ഉണങ്ങാൻ വയ്ക്കുക. ഇതിപ്പോൾ 2.5 കിലോ ഉണ്ട്. ഞാനിപ്പോൾ ഇത് വെയിലത്ത് വെച്ചേക്കാണ്. ഒരു ദിവസം വെയിലത്ത് വെക്കുക. പിറ്റേ ദിവസം രാവിലെ നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ഇടുക. 1/4 കപ്പ് പഞ്ചസാരയുണ്ട്, അത് ഇതിലേക്ക് ഇടുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം അതിൻ്റെ ആ വെള്ളമയം ജസ്റ്റ് ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസം ഫുള്ള് വെയിലത്ത് വെക്കണേ കേട്ടോ. അഥവാ വറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൂടെ നിങ്ങൾ വെക്കുക. അസാമാന്യ ചൂടായതുകൊണ്ട് ഒരു ദിവസം തന്നെ വച്ചപ്പം എനിക്ക് ഇതിൽ ഇങ്ങനെ കിട്ടി. ഇങ്ങനെ പഞ്ചസാര ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഒരു 2 ദിവസം കൂടെ വെയിലത്ത് വെക്കുക. അപ്പോൾ നമുക്ക് പഞ്ചസാരയൊക്കെ ഇതുപോലെ അലിഞ്ഞ് കിട്ടും. അപ്പം ഏത്തപ്പഴത്തിലെ വെള്ളവും ഫുൾ പോയി, പഞ്ചസാര ഫുൾ അത് വലിച്ചെടുത്ത് കുടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഏത്തപ്പഴം ഉണങ്ങിയത് റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, ഇത് അരിയേണ്ട പാട് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.